നിലവിൽ ഹാജരാക്കുന്നതിന് യാതൊരുവിധ വീഴ്ചകളും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മറ്റ് എന്താണ് ആ ജഡ്ജ്മെൻറ്റ് പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കും. സാർ എപ്പോഴാണ് ഈ മരണം നടന്ന ദിവസം വീട്ടിൽ ചെന്നിരുന്നത്, അതോ പിറ്റേ ദിവസമാണോ? ഈ മരണം നടന്നത് 2021 ജനുവരി 30-നാണ്. അന്ന് ജൂൺ 30-ന് അന്ന് വൈകുന്നേരമാണിത്. ഒരു 174 കേസായിരുന്നു. അന്ന് ഈ കുട്ടിയെ വൈകിട്ട് സംഭവിച്ചതിന് ആശുപത്രി കൊണ്ടുപോയിരുന്നു. അന്ന് തന്നെ ഈ സംഭവം നടന്ന ഈ ക്വാർട്ടേഴ്സിലെത്തി അത് ബന്ദോബസ്ത് ചെയ്തതാണ്. പിറ്റേ ദിവസം രാവിലെയാണ് ഇൻക്വസ്റ്റ് നടത്തി മറ്റ് മഹസർ തയ്യാറാക്കിയതും മറ്റ് ഇൻവെസ്റ്റിഗേഷൻ അപ്പം തന്നെ ആരംഭിച്ചതാണ്. സംശയം തോന്നിയപ്പോൾ തന്നെ വിരലടയാള വിദഗ്ധർക്കൊപ്പം ഉണ്ടായിരുന്നു. സയന്റിഫിക് ഓഫീസർ, വിരലടയാള വിദഗ്ധർ, ഫോട്ടോഗ്രാഫർ എല്ലാവരും ഈ സ്ഥലത്ത് തന്നെ ഇതിൻ്റെ ഇൻക്വസ്റ്റ് സമയം മുതൽ സ്ഥലത്തുണ്ട്. സീൽ ചെയ്തതാണ്. നമ്മളല്ല ഈ ബ്ലഡൊക്കെ സീൽ ചെയ്ത് തരുന്നത്. അവർ സയന്റിഫിക് ഓഫീസറാണ് ഈ കുട്ടിയുടെ ബ്ലഡ് ഇത് സീൽ ചെയ്ത് തരുന്നത് അവിടെ. ഇത് പിന്നെ ഈ പ്ലേസ് ഓഫ് ഒക്കറൻസിൻ്റെ വേറെ ബ്ലഡൊന്നും ഇല്ലായിരുന്നു. അത് അവിടെ നിന്ന് പോലീസിന് അവിടെ നിന്ന് സീൽ ചെയ്തെടുക്കേണ്ട. കുട്ടിയുടെ ബ്ലഡെല്ലാം എടുത്ത് തന്നത് സയന്റിഫിക് ഓഫീസറാണ്. അവർ തന്നെ സീൽ ചെയ്ത് നമുക്ക് പാക്ക് ചെയ്ത് തരിക ചെയ്തു. 100% പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇതിനകത്തൊരു യാതൊരു വീഴ്ചയും ഉണ്ടായതായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ പ്രതി അർജുൻ എന്നുള്ള കണ്ടെത്തൽ അത് ശരി തന്നെയായിരുന്നു. 100% എൻ്റെ അന്വേഷണത്തിൽ പ്രതി അത് തന്നെയാണ്. 100% ഞങ്ങൾ അപ്പീൽ പോകും. 100% ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മേലധികാരികളുമായിട്ട് ഡിസ്കസ് ചെയ്ത് വിവരങ്ങൾ അറിയിച്ച് ഞങ്ങൾ പോകും.